ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കൽ അഖ്നഫ് ബിൻ ഷരീഖ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് റസൂലിനോട് ചേർന്നിരുന്ന് ആ മനുഷ്യൻ പറഞ്ഞു, റസൂലെ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നയാളാണ്. ഈ ആദർശം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ജീവിത വ്യവസ്ഥയോട് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ടും ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് വല്ലാഹു യഷ്ഹദു അനി സാദിഖുൻ, എൻ്റെ റബ്ബിനറിയാം. ഞാനൊരു വ്യാജം പറയുന്ന വ്യക്തിയല്ല, വളരെ സത്യസന്ധമായി പറയുകയാണ്. എൻ്റെ മനസ്സിനകത്തുള്ള എൻ്റെ ഈ താല്പര്യം അള്ളാഹുവിന് വ്യക്തമായിട്ടറിയാം എന്ന് പറഞ്ഞ് റസൂലിൻ്റെ മുമ്പിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് റസൂലിന് മുമ്പിൽ വളരെ വിശാലമായ ഒരു ചർച്ച നടത്തിയ വ്യക്തി അയാൾ മടങ്ങിപ്പോയി. റസൂൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു മനുഷ്യൻ, നല്ല സംഭാഷണം, നല്ല ശൈലി, വാക്കുകൾക്കിടയിൽ അടിക്കടി കടന്നു വരുന്ന അള്ളാഹ് എന്ന പ്രയോഗം. അള്ളാഹുവിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു കാണുന്നുണ്ട്. അയാളുടെ സംഭാഷണങ്ങളും സംസാര ശകലങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലിന് വളരെ താല്പര്യമുണ്ടാക്കിയ വ്യക്തിയോട് ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് എന്ന് പറയും പോലെ ആദ്യത്തെ ആ ഒരു സംഭാഷണത്തിൽ തന്നെ റസൂലിനെ അയാൾ ആകർഷിച്ചു. റസൂലിന് വലിയ താല്പര്യം തോന്നിയിട്ടുള്ള ആ വ്യക്തി മടങ്ങിപ്പോയി. ആ മടക്കത്തിന് ശേഷം റസൂലുള്ളാഹിക്ക് ആയത്തിറങ്ങുന്നുണ്ട്, വമിനന്നാസി യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. പ്രവാചകരെ, വാക്കുകൾ കൊണ്ട് മനോഹരമായി സംസാരിച്ച് അങ്ങേ കീഴ്പ്പെടുത്തുന്ന ചില വ്യക്തികളുണ്ടാകും. അത്ഭുതകരമായി മധുരം, തേനിനേക്കാൾ മധുരമായി സംഭാഷണം തന്ന ചില വ്യക്തികളുണ്ടാകും. നല്ല സംസാരമാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. അത് മാത്രമല്ല, ആ മനുഷ്യൻ യുഷ്ഹിദുല്ലാഹു അലാ മാ ഫീ ഖൽബിഹി എന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളതിനെല്ലാം അള്ളാഹു സാക്ഷിയാണെന്ന് പറഞ്ഞ് റബ്ബിനെയും എടുത്ത് മുമ്പിൽ വെക്കും. സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹ് അള്ളാഹ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആ മനുഷ്യനുണ്ടല്ലോ, വഹുവ ഖസിം, വലിയൊരു കുതർക്കിയാണ് റസൂലെ. അയാൾ നല്ല പുറമെ അങ്ങയുടെ മുമ്പിൽ കാണിച്ചൊരു മുഖത്തിന് പിറകിലായി അയാൾ മറച്ചു പിടിച്ച മറ്റൊരു മുഖം കൂടി അയാൾക്കുണ്ട് എന്ന്. അതാണ് അയാൾ പോയപ്പോൾ കാണിച്ചതുമെന്ന് ഖുർആൻ സംസാരിക്കുന്നു. അയാൾ മടങ്ങിപ്പോയ വഴിയിൽ മുസ്ലിമീങ്ങളുടേതായ കണ്ട കുറേ കൃഷിയിടങ്ങളുണ്ടായിരുന്നു. ആ കൃഷിയിടം പാടെ നശിപ്പിച്ചു കളഞ്ഞു വ്യക്തി. അത് കത്തിച്ചു കളഞ്ഞു എന്നാണ് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. വിശ്വാസികളുടേതായി കണ്ട ഒരു കൃഷിയിടം പൂർണ്ണമായി നശിപ്പിക്കുകയും കന്നുകാലികൾ കൂട്ടമായി നിന്ന കന്നുകാലികളെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. അയാൾ ആയുധമെടുത്ത് മാരകമായി വീശി. പലതിൻ്റെയും ചെവികൾ അറ്റുപോയി, പലതിനെയും മുടന്ത് ബാധിച്ചു. അങ്ങനെ കന്നുകാലികളെ ആക്രമിച്ചു അതിനെ മുറിവേൽപ്പിക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ട് ആ മനുഷ്യൻ മടങ്ങിപ്പോയത് അത് താങ്കൾക്കറിയില്ല എന്ന്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് കാണിക്കുന്ന ഒരു മുഖത്തിൻ്റെ പിറകിൽ മറച്ചു പിടിച്ച മറ്റൊരു മുഖം കൂടി ചില ആൾക്കാർക്കുണ്ട്. അത് വളരെ വികൃതമാണ് എന്ന് തിരിച്ചറിയേണ്ടത് കൂടിയുണ്ട് റസൂലെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആൻ. ഈ അഖ്നഫിന് ശരീക്കുന്നൊരു വ്യക്തി എന്നുള്ളത് ലോകത്തുള്ള ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും ഒരു പ്രതീകം മാത്രമാണ്. നമ്മളും എല്ലാവരും പലപ്പോഴും ഇരുമുഖം നയം സ്വീകരിക്കുന്ന ആൾക്കാർ, രണ്ട് മുഖങ്ങളുമായി ജീവിക്കുന്ന ആൾക്കാരാണ്. രണ്ട് മുഖങ്ങളുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ് എന്നാണ് ഖുർആൻ സംസാരിക്കുന്നതും ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ വ്യക്തമാക്കുന്നത്. രണ്ട് മുഖങ്ങൾ പാടില്ല. നിലപാടുകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. അവിടെ പോകുമ്പോൾ അവരോടൊപ്പവും ഇവിടെ വരുമ്പോൾ ഇവരോടൊപ്പവും എല്ലാവരെയും സുഖിപ്പിച്ച് എല്ലാവരുടെ ഇടയിലും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് എല്ലാവരുടെയും മുമ്പിൽ നല്ലവനാകാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ നാടകമുണ്ടല്ലോ, ഈ നാടകം കാണിക്കുന്ന ആൾക്കാരാണ് തജിദൂന ഇൻദല്ലാഹി മിൻ ശർരിൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദുൽ വജ്ഹൈൻ, രണ്ട് മുഖങ്ങളുള്ളവരാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് മുഖങ്ങളുള്ള മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ്. നമ്മളൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരുടെയും മുമ്പിൽ പോയി നടിക്കുന്ന ഈ നാടകങ്ങളുണ്ടല്ലോ, ഈ നാടകങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും മോശമാണ്. നമുക്ക് നമ്മുടേതായ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം, ഒരു നിലപാടുണ്ടാകണം. നിലപാടില്ലായ്മയും ഈ നാടകം കളിയും അത് ഏറ്റവും പ്രകടമായി കണ്ട ഒരു വ്യക്തി എന്നുള്ളത് പിശാചാണ്, അത് ശൈത്താനാണ്.
പിശാച് മനുഷ്യരുടെ മുമ്പിലേക്ക് വന്ന ആദ്യത്തെ സംഭവത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുമ്പോൾ മുമ്പിൽ വന്ന് നിങ്ങളുടെ അന മിനൻ നാസിഹീൻ എന്ന, ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ എന്ത് ചെയ്യും ഒരു ഗുണകാംക്ഷയാണ്, നിങ്ങളുടെ നല്ലൊരു ഉപദേഷ്ടാവാണ്, നിങ്ങളുടെ നന്മയല്ലാതെ എനിക്ക് വേറെ ഉദ്ദേശവുമില്ല, ഈ പഴം കഴിക്കാൻ എന്തിനാ മടിക്കുന്നത് എന്ന് പറഞ്ഞാണ് ആദിമ മനുഷ്യന്റെ മുമ്പിലേക്ക് പിശാച് വരുന്നത്. അവസാനം വരെയും അങ്ങനെയാണ് അവൻ കടന്നു വരിക. പിശാചിനെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത് അങ്ങനെയാണ്. അയാൾ കടന്നു വരുമ്പോഴൊക്കെ അയാൾ പറയും ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷയാണ്, നിങ്ങളുടെ നന്മയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ല എനിക്കിത് ലാഭവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കടന്നു വരും. അവസാനം നമ്മളെ പാട്ടിലാക്കി വഴിയേടിലാക്കിയിട്ട് നമ്മൾ നശിച്ചു പോകുമ്പോൾ നീ കാരണമാണെന്ന് പറഞ്ഞ് അയാളിലേക്ക് തിരിയുമ്പോൾ നാളെ പരലോകത്തടക്കം അയാൾ പറയുന്ന മറുപടി നിങ്ങൾ വഴി പഴിച്ചു പോയെന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ വെറുതെ പറഞ്ഞു എന്നെ പിടിച്ചതിനകത്തുണ്ട്, ഞാൻ നിങ്ങളോടൊരു ബന്ധമില്ല ഈ വിഷയത്തിൽ, ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പിശാച് കൈ കഴുകുമെന്ന് വിശുദ്ധ ഖുർആൻ. അയാൾ ഒരു മുഖം മറച്ചു പിടിച്ച് മറ്റൊരു മുഖവുമായി നമ്മുടെ മുമ്പിലേക്ക് വരാണ്. നമ്മുടെ ഉള്ളിലുള്ള ഓരോ പ്രേരണയും തിന്മയോടുള്ള നമ്മുടെ ആസക്തിയും അതിന് മൂപ്പിക്കുന്ന ഓരോ പ്രേരണയും പൈശാചികമായ ഓരോ ചിന്താഗതികളുടെയും പിറകിൽ അയാൾ അവസാനം കൈ കഴുകും. അയാൾക്ക് ഇതിലൊന്നും പങ്കാളിയില്ല, ഞാനിതിൽ പങ്കാളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ഇത് പിശാചിനെ കുറിച്ച് ഖുർആൻ സംസാരിക്കുകയാണ്. അതുപോലെ മുനാഫിക്കുകളെ കുറിച്ച്, മനുഷ്യരിൽ ഏറ്റവും വലിയ കപടന്മാർ, അത് മുഖംമൂടികൾ അടിഞ്ഞ ആൾക്കാരെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അവർ വിശ്വാസികളെ കാണുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ വരും, മുസ്ലിങ്ങളുടെ ഇടയിൽ വന്ന് മുസ്ലിങ്ങൾക്കൊപ്പം പള്ളിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങിലാണ്, അവരുടെ നിൽക്കുമ്പോൾ പറയും കാലു ആമന്ന, ഞങ്ങളൊക്കെ വിശ്വാസികളാണ് കേട്ടോ, ഞങ്ങൾ വിശ്വാസികൾ എന്ന് അവർ കൂടി ചേർത്ത് അവർ സംസാരിക്കും. ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഈ വിഷയത്തിൽ പലതും പറയാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ ഈ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങൾ കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന ആൾക്കാരാണ്, ആ ഞങ്ങളിൽ അവർ കൂടി പെടും. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിമീങ്ങൾ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് ആമന്ന എന്ന് പറയും. അവർ കാഫിര്യങ്ങൾക്കിടയിലേക്ക് പോയി പൈശാചികമായ ചിന്തയുള്ള പിശാചുക്കളായ ദുർബോധനക്കാരായ കൂട്ടുകാർക്കിടയിലേക്ക് പോകും. അഥവാ വഴിതെറ്റി സഞ്ചരിക്കുന്ന അവരുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയാണ്, നമ്മൾ അവരൊന്ന് കളിയാക്കുകയാണെന്ന്, അവരൊന്ന് പരിഹസിച്ച് ഒരു പറ്റിക്കൽ, വെറൊരു പറ്റിക്കൽ നാടകമാണ്. അവിടെ പോകുമ്പോൾ നമ്മളങ്ങും ശരിയായ മുസ്ലിം ഇസ്ലാമത സ്വീകരിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം പഴയ ആശയത്തിൽ തന്നെയാണ്, വിശ്വാസധാരയിലാണ് ഇപ്പോഴും ഉള്ളത് എന്ന് അവരുടെ കൂട്ടുകാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുകയും ചെയ്യും. ഇതാണ് മുനാഫിക്കുകൾ. അവരെ ഒരു മുമ്പിൽ വന്ന് കാണിക്കുന്ന ഒന്നല്ല, പുറകിൽ ഒളിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അവരെന്താ കണക്കാക്കുന്നത്? അവർ അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനെയും ഒക്കെ പരിഹസിച്ച് അവരെല്ലാവരെയും പറ്റിച്ച് ഈ നാടകം കൊണ്ട് കയ്യടി നേടി എല്ലാവരെയും പ്രസന്നവരാക്കി എല്ലാവരുടെയും അടുക്കൽ സ്വീകാര്യനായി മടങ്ങിപ്പോയെന്നോ എന്ന ഖുർആൻ ചോദിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ്, ആർക്കും മനസ്സിലായിട്ടില്ല, നമ്മളെ ഈ നാടകം കണ്ടിട്ട് നമ്മളൊക്കെ ഒന്നാം തരം മുഅ്മിനീങ്ങളെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു. 916 എന്ത് എന്ന് പറയും കണക്ക് 91.6% എന്ന് പറയും കണക്ക്, ആ കണക്ക് പ്രകാരമുള്ള പ്യുവർ ഗോൾഡ് പോലെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ എന്നവർ കണക്കാക്കിയിരിക്കുന്നു. അല്ലാഹയെയും പറ്റിച്ചു, റസൂലിനെയും പറ്റിച്ചു, മുഅ്മിനീങ്ങളെയും പറ്റിച്ചു എന്ന് കണക്കാക്കുന്നുണ്ട്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഅയാനിഹിം യഅമഹൂൻ. സത്യത്തിൽ അള്ളാഹുവാണ് അവർ പരിഹസിക്കുന്നത്. അവർ ഈ വഴികേടും ഈ നാടകങ്ങളും ഒക്കെ പടച്ചവൻ കണ്ടിട്ടും അവരങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുന്ന അന്ധതയിലേക്ക്, ഈ വഴികേടിലേക്ക്. ഈ കച്ചവടത്തിൽ അവർക്ക് ലാഭമില്ല, ഈ കച്ചവടത്തിൽ അവർക്ക് ലാഭമില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ ലാഭമില്ല, അവർക്ക് സത്യത്തിൽ വഴികേട് ചോദിച്ചു പിടിച്ചിരിക്കുന്നു. സന്മാർഗത്തിന് പകരം അവരെ കൈവശം കിട്ടിയ സന്മാർഗത്തെ അവർ സ്വീകരിക്കാതെ പുറമേ നാടകങ്ങൾ കളിക്കുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ അവസരത്തിനൊത്ത് അവർ വാദഗതികൾ മാറ്റുന്നു. അവസരോചിതമായി നിൽക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഓരോ സാഹചര്യത്തിനൊത്ത് ഓരോ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓന്തുകളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഇത്തരം മനുഷ്യർ മാറിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നഷ്ടക്കച്ചവടത്തിൽ അവരുള്ളത്. നമ്മൾ നഷ്ടത്തില്ല. മസ്റുല്ലദീന, അവരെ കുറിച്ച് ഖുർആൻ പറയണം, അവരാരെ പോലെ ഇസ്തൗഖദു നാറൻ, ഒരു മനുഷ്യൻ അവർക്ക് വേണ്ടി തിരികെത്തിച്ചു. ഒരു വ്യക്തി വന്നിട്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഉരുട്ടിലിരിക്കുന്ന ആ മനുഷ്യക്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ എല്ലാവരും പ്രഭ കണ്ടു, എല്ലാവർക്കും വെളിച്ചം കിട്ടി, എല്ലാവർക്കും എല്ലാം കാണാവുന്ന ഒരു അവസ്ഥയിലേക്ക് വെളിച്ചം വീശിയപ്പോ ഇവർക്ക് മാത്രം അല്ലാഹു വിളക്ക് കെടുത്തി കളഞ്ഞു. അവർ പിന്നെയും അന്ധതയിലേക്ക് വീണു. ആ അന്ധത ഐശ്വര്യമായി അത് വെളിച്ചമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ കപടമുഖങ്ങളുമായി നടന്നു നീങ്ങുകയാണ്. വലിയ നഷ്ടത്തിലാണ് അവരുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യുന്നു, മുനാഫിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്ത ഭാഗത്ത്. അപ്പൊ ഈ മുഖങ്ങൾ, 2 മുഖവുമായി ജീവിക്കുന്ന മനുഷ്യർ പുറമേ വിചാരിക്കുക നമ്മൾ വലിയ ലാഭം ഉണ്ടാക്കി, വലിയ നേട്ടമുണ്ടാക്കി, എല്ലാവരെയും പ്രിയം പിടിച്ചു പറ്റിയെന്നാണ്. സത്യത്തിൽ ഈ നാടകങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ദിവസമുണ്ട്. യൗമത്തുബുൽ സറായിർ, നിങ്ങളെ മുഖം മൂടികളൊക്കെ അഴിഞ്ഞു വീഴുന്ന ദിവസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവിടെ നിങ്ങൾ ഈ നാടകങ്ങൾ വിജയിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാകണം. ഏത് വിഷയത്തിലും വ്യക്തമായൊരു നിലപാടുണ്ടാകണം. ഏതൊരു വിഷയത്തിലും എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് ഇവിടെ പോകാൻ കഴിയില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എതിർപ്പുകൾ ഉണ്ടാകും. നിലപാടുള്ളിടത്ത്, സത്യം പറയുന്നിടത്ത് എതിർപ്പുകൾ ഉണ്ടാകും. നമ്മളത് ഭയക്കണം. അങ്ങനെ ഭയന്നിരുന്നുവെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ജനക്കൂട്ടം എനിക്കെതിരിലാകുമെന്ന് ഭയന്നുകൊണ്ടൊരു മനുഷ്യൻ നിശബ്ദത പാലിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, നല്ല പുള്ള ചമയാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബിക്ക് അതാകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 200 കോടിയോളം മനുഷ്യർ മുസ്ലിമുകളായിട്ട് ഉണ്ടാകില്ലായിരുന്നു. ഇവിടെ ഈ പള്ളികൾ ഉണ്ടാകില്ലായിരുന്നു. നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാൻ ഒരു മാധ്യമവും ഉണ്ടാകുമായിരുന്നില്ല. എല്ലാവരും പിണക്കേണ്ടി വന്നു റസൂലിന്, സ്വന്തം കുടുംബക്കാർ തുടങ്ങിയിട്ട്. നിലപാടുകൾക്ക് വ്യക്തത വന്നപ്പോൾ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറയാൻ തയ്യാറായി. അത് എതിർപ്പുകളിലേക്ക് വഴിയൊരുക്കി. ശക്തമായ എതിർപ്പുകൾ, ശത്രുതകൾ, വിരട്ടലുകൾ, ഭീഷണികൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, നിന്ദകൾ പരസ്യമായിട്ടുള്ള ഇതെല്ലാം സഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി നിലകൊള്ളുകയാണ്. നമുക്കിതൊന്നും ഇതൊന്നും വേണ്ട. നമുക്ക് എല്ലാവരെയും മനസ്സിൽ നല്ല പിള്ളയാകണം, നല്ലവനാകണം. അതുകൊണ്ട് എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ടൊരു പോക്ക്, അതാണ് നമ്മുടെ ഒരു തീരുമാനം, അതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് എന്നുള്ള ഇപ്പോൾ പോകുന്നൊരു അവസ്ഥ എന്നുള്ളത്. ഏത് വിഷയത്തിലും, മതകാര്യങ്ങളാവട്ടെ വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ, നമ്മുടെ രീതി എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ഒരു ശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായിടത്ത് പോകുമ്പോൾ അവരുടെ ആളായിട്ട് നിൽക്കുക, അല്ലാതെ നമ്മളൊരു മുസ്ലിമാണ് എന്ന നിലയിൽ നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ അബദ്ധമാണ്. ഈ പുരോഗമന കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒപ്പിച്ച് നിൽക്കുക, അതാണ് ഏറ്റവും നല്ലതെന്ന്, അതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് സുരക്ഷിതമെന്ന് നമ്മൾ കണക്കാക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കിടയിലേക്ക് പോയാൽ നമ്മൾ അതിന്റെ ഭാഗമായി മാറുകയാണ്. നമ്മൾ ആ ആഘോഷവും ഏറ്റെടുത്ത് നടത്തുന്നു. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് പോയാൽ നമ്മൾ ഉത്സവങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നു. അവിടെയും നമ്മളുണ്ട്. ഓണം ആഘോഷിക്കട്ടെ, ദീപാവലി ആഘോഷിക്കട്ടെ, എവിടെയും മതപരമായ ആഘോഷങ്ങൾ ഇതര മതസ്ഥരെ അവർ ആഘോഷിക്കട്ടെ, ആഘോഷിക്കേണ്ടെന്നല്ല. ഓരോരുത്തർക്കും അവരുടെ ആഘോഷങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതെങ്കിലും കടം കൊടുക്കാനോ കടമെടുക്കാനോ ഒന്നും നമുക്ക് വകുപ്പില്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ എല്ലാ മതത്തിന്റെയും ആളാണെന്ന്. അവിടെ പോകുമ്പോൾ അവർക്കൊപ്പം, ഇവിടെ വരുമ്പോൾ ഇവർക്കൊപ്പം, ഇങ്ങോട്ട് മാറുമ്പോൾ ഇവർക്കൊപ്പം, ഈ നിലയിൽ എല്ലാവർക്കും ഒപ്പം നിൽക്കുന്നൊരു ഒപ്പിക്കൽ പരിപാടി ഉണ്ടല്ലോ. ഇതാണ് ബഹുമുഖം എന്ന് പറയുന്നത്. പല മുഖങ്ങളുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്, നിലപാടിൽ വെള്ളം ചേർക്കുന്നവർ എന്ന് പറയുന്നത്, വ്യക്തതയില്ല. നമുക്കിപ്പോഴും നമുക്കൊരു ഈമാൻ ഉറപ്പില്ല, നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഉറപ്പില്ല, നമ്മുടെ സംസ്കാരങ്ങൾക്ക് ഉറപ്പില്ല. എല്ലാവർക്കും ഒപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പോവുകയാണ്. നാടുള്ള എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കുക. ഒരു കല്യാണം എടുത്താലും, ഒരു മയ്യത്ത് പരിപാലനമായാലും, ഏതൊരു വിഷയത്തിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുക. ഒരാൾ അങ്ങോട്ട് അത് പറയുമ്പോൾ എന്നാൽ പിന്നെ അത് നോക്കാം, ഒരാൾ ഇത് പറയുമ്പോൾ ഇതും നോക്കാം. ഒരു കല്യാണം എടുക്കുമ്പോൾ രാഹുകാലം നോക്കണമെന്ന് ഒരാൾ പറയും, അയാൾ പിണക്കണ്ട, അതും ഇരിക്കട്ടെ, അതും നോക്കിയിട്ടാവാം കാര്യങ്ങളെന്ന്. മുഹൂർത്തം നോക്കണമെന്ന് ഒരാൾ പറയുമ്പോൾ അതും നോക്കാം, കുഴപ്പമില്ല, അങ്ങനെയും ക്ലിയർ ആവട്ടെ, ആരെയും പിണക്കണ്ടെന്ന്. അങ്ങനെ ഓരോ വിഷയത്തിലും ഓരോരുത്തരും കടമെടുത്ത പല വിശ്വാസങ്ങളും നാട്ടാചാരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുമ്പോൾ അതെല്ലാം സ്വീകരിക്കുന്നു. എന്നിട്ട് നമ്മൾ മുസ്ലിം എന്ന് പറയുകയും ചെയ്യുന്നു. അതാ മനസ്സിലാവാത്തത്. എല്ലാം നമ്മൾ സ്വീകരിക്കുന്നു, എല്ലാ വിശ്വാസങ്ങളും നമ്മൾ കടമെടുക്കുന്നു, എല്ലാ വിശ്വാസങ്ങൾക്കൊപ്പവും നമ്മൾ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നു, എല്ലാത്തിലും നമ്മളുണ്ട്. എന്നിട്ട് നമ്മൾ പറയണം ഞങ്ങൾ മുസ്ലിമാണെന്ന്. അപ്പൊ എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണക്കാക്കുന്നത്? അതൊരു ജീവിത മാർഗമാണ്. എവിടെ എന്ത് എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന പദ്ധതി. എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ ചെയ്യുക, എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുക, ഇത് നടക്കൂല. മതങ്ങളിൽ പോലും നമുക്കിത് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഭയന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഭൂരിപക്ഷ സമൂഹത്തിന്റെ വർഗീയമായ മനോഭാവങ്ങൾ, വർഗീയ ധ്രുവീകരണങ്ങളൊക്കെ ശക്തമായ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഐഡന്റിറ്റി മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒരു ആദർശമുള്ള അനമിനൽ മുസ്ലിമീൻ, ഞാൻ പച്ചയായ ഒരു മുസ്ലിമാണ് എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടും, നമ്മൾ വേട്ടയാടപ്പെടും, നമ്മൾ തടവ് പിടിക്കപ്പെടും, അന്യായമായി നമ്മൾ സ്വത്തുക്കൾ കണ്ടുകെട്ടപ്പെടും എന്ന് ഭയന്നത് കൊണ്ടാണോ ഈ നാടകം? എന്തിനാ ഈ മതേതര നാടകം? മനുഷ്യ സൗഹൃദത്തെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം. മനുഷ്യ സൗഹൃദത്തെ മതേതരത്വമായി തെറ്റിദ്ധരിച്ചു നമ്മൾ. ഈ മതങ്ങളുടെ ആചാരങ്ങൾ പരസ്പരം വെച്ചുമാറുന്നതിന്റെ പേരല്ല മനുഷ്യ സൗഹൃദം എന്നുള്ളത്. മനുഷ്യ സൗഹൃദങ്ങൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാകാത്ത വിധത്തിൽ മനുഷ്യരെല്ലാവരും ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണെന്ന് ആവർത്തി മനുഷ്യനെ പഠിപ്പിച്ചു. അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. ഇസ്ലാം ഒന്നാമത് സംസാരിക്കുന്ന കാര്യം തന്നെ അള്ളാഹു ഏകനാണ് എന്ന്. എന്താ അള്ളാഹു ഏകൻ എന്ന് പറഞ്ഞതിന്റെ സാക്ഷ്യം? എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത്? എല്ലാ മനുഷ്യർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന്. നിങ്ങൾ എന്താ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിലടിക്കുന്നത്? ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിലടിക്കില്ല മനുഷ്യരെ. എല്ലാ മനുഷ്യരെയും പടച്ചവൻ ഒരാളാണെന്ന്, നിങ്ങൾ എല്ലാവരും ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളാണെന്ന്. ഇത് ആദ്യത്തെ അധ്യാപനം. അത് മനസ്സിലാക്കിയവൻ എവിടെയാണ് വിവേചനമുള്ളത്? നിങ്ങളുടെ വിശ്വാസങ്ങൾ പലതായിരിക്കാം. എല്ലാവരും എന്നെ പോലെ നല്ലവരാകണം, അല്ലെങ്കിൽ എല്ലാവരും എന്നെ പോലെയാകണം എന്ന് പിടിവാശിയുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും ഇല്ല. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഈ ബഹുസ്വരതയിൽ വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങൾ, വ്യത്യസ്തങ്ങളായ വലിപ്പങ്ങൾ, വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ, വ്യത്യസ്തമായ ശൈലികൾ, ഇതാണ് മനുഷ്യൻ എന്നുള്ളത്. ഇതെല്ലാം രസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, ഇതെല്ലാം അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആരെയും ഒതുക്കിയിട്ടല്ല, ആരെയും കീഴടക്കിയിട്ടല്ല നമുക്ക് മുന്നേറാനുള്ളത്. എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയണം.
അതാണല്ലോ അള്ളാഹു ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ഇത്രയും വൈവിധ്യങ്ങൾ. എത്ര കോടി മനുഷ്യരിവിടെയുണ്ട്, എത്ര കോടി വിശ്വാസങ്ങൾ, ലക്ഷക്കണക്കിന് ഭാഷകൾ, ആയിരക്കണക്കിന് ഇവിടുന്ന് സംസ്കാരങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും മഴയും വർഷിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയും അന്നം ഒരുക്കപ്പെടുന്നുണ്ട്, എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ടും അള്ളാഹു ഐശ്വര്യങ്ങൾ ചൊരിയുന്നുണ്ട്, എല്ലാ മനുഷ്യനിലേക്കും പടച്ചവൻ നോക്കുന്നുണ്ട്. ഈ വൈവിധ്യങ്ങളെ പടച്ചവൻ സ്വീകരിക്കുന്നില്ല ഈ ഭൂമിയിൽ. എന്നെ ആരാധിക്കാതെ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഇവിടെ വേണ്ട എന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ടാകും? റബ്ബിന് തീരുമാനിക്കാമായിരുന്നല്ലോ എല്ലാ മനുഷ്യനും എന്നെ ആരാധിക്കണം, എന്നെ ആരാധിക്കാത്ത, എന്നിൽ വിശ്വസിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ റബ്ബിനെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ലേ? എല്ലാവരും പിടികൂടാമായിരുന്നല്ലോ. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? മനുഷ്യൻ ജീവിക്കാൻ പാടിയാണ്, ജീവിക്കട്ടെ എന്ന മനുഷ്യൻ. അങ്ങനെ എന്ത് ചെയ്തു? അള്ളാഹുൽ അവിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിനെ റസൂലിനെയും പച്ചയ്ക്ക് ആക്ഷേപിക്കുന്നവർക്ക് പോലും അള്ളാഹു സന്താനങ്ങളെ നൽകി. അവർ വിവാഹം കഴിക്കുന്നു, അവർക്ക് മക്കൾ, അവർക്ക് ചെറുമക്കൾ, നല്ല വീട്, നല്ല കാറ്, നല്ല വാഹനം, മനോഹരമായ കുടുംബങ്ങളുമായി, കൂട്ടുകുടുംബങ്ങളായി സന്തോഷത്തോടെ ജീവിക്കുന്നവർ, അവർക്ക് പിന്നെയും ഐശ്വര്യങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. അങ്ങനെ എന്തിനാ റബ്ബ് അങ്ങനെ വിരട്ടിപ്പിടിക്കുകയില്ല? ദുനിയാവിൽ അങ്ങനെ വിട്ടിരിക്കുകയാണ്, അല്ല മനുഷ്യൻ ജീവിതം കൊടുത്തിരിക്കുകയാണ്. ആ നടുവിലെ നമ്മളും ജീവിക്കുന്നത്. അതുകൊണ്ട് മതപരമായ വൈവിധ്യങ്ങളുടെ പേരിലോ വിശ്വാസപരമായ വ്യത്യാസങ്ങളുടെ പേരിലോ ആരെയും കുറച്ചു കാണാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, മനുഷ്യൻ എന്ന നിലയിൽ വൽക്കത് കറംന ബനി ആദം, പൊതുവിൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും നിന്ദിക്കാൻ, ഞാൻ ഉന്നതനാണ്, ഞാൻ ഉന്നതനായ മുസ്ലിമാണ്, ഉന്നത സംസ്കാരമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്റെ മുമ്പിൽ കീഴ്വണക്കമുണ്ടാക്കണം, നിന്യതയോടെ നിൽക്കണം, എന്നെ ആദരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാൽക്കൽ വീഴണം, ഇതൊന്നുമില്ലല്ലോ ഇസ്ലാമിനകത്ത്. ഇവിടുത്തെ ദളിതനാകട്ടെ, ഏറ്റവും താഴെ ജാതിയുള്ള, ഇവിടുത്തെ ആദിവാസി വർഗ്ഗങ്ങളിൽപ്പെട്ട, ഗോത്രവർഗ്ഗങ്ങളിൽപ്പെട്ട ഏറ്റവും താഴെയുള്ള മനുഷ്യനും ഇവിടുത്തെ ഏറ്റവും വലിയ തങ്ങൾ കുടുംബത്തിലുള്ള ഒരു മുസ്ലിമും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? തഖ്വയല്ലാതെ എന്താണ് അവരുടെ ഇടയിൽ മാനദണ്ഡമുള്ളത്? അവർ രണ്ടുപേരുടെയും ഇടയിൽ രണ്ടുപേരും ഈക്വൽ അള്ളാഹുവിന്റെ മുമ്പിൽ. തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്ക് ഒരാളുടെ മീതെ കയറാൻ കഴിയില്ല എന്ന് വിശുദ്ധ പ്രവാചകനും ഖുർആനും ആവർത്തി പറയുന്നുണ്ട്. ഒരു മനുഷ്യനേക്കാൾ മുകളിൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ശ്രേഷ്ഠത ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, തഖ്വ. ഈ തഖ്വ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനെ ജയിക്കാൻ മറ്റൊരു മനുഷ്യനാവില്ല. അത് പാരമ്പര്യം കൊണ്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ നീ പണത്തിന്റെ പവർ കൊണ്ടാണെങ്കിലും ശരി, അധികാരത്തിന് തിണ്ണബലം കൊണ്ടാണെങ്കിലും ശരി, ഒരാളുടെ മേൽ കയറാൻ മറ്റൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്ന് ഖുർആൻ, ഈ അധ്യാപനമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിവേചനങ്ങളില്ല ഇവിടെ. പക്ഷെ ഇവിടെ വിവേചനം, ഈ മനുഷ്യ സൗഹൃദത്തെ നമ്മൾ എന്ത് തെറ്റിദ്ധരിച്ചു മതേതരത്വമാണ് എന്ന്. എല്ലാ മതങ്ങൾക്കൊപ്പം നിൽക്കാന്ന്, എല്ലാ മതങ്ങൾക്കൊപ്പം. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് പള്ളിവക സ്വീകരണം, അവർക്ക് പള്ളിവക യാത്രയയപ്പുകൾ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? അവരവരുടെ വിശ്വാസവുമായി പോകട്ടെ, അവരവരുടെ ആരാധനാലയങ്ങളിലേക്ക് പോകട്ടെ, അവർ നേർച്ചകളും വഴിപാടുകളും നടത്തട്ടെ, അവർ മടങ്ങി വരട്ടെ സന്തോഷത്തോടെ കുടുംബങ്ങളിലേക്ക്. അതിനാർക്കും എതിർപ്പില്ല. പക്ഷെ നമ്മളാണോ ഇത് ഏറ്റെടുത്ത് നടത്തേണ്ടത്? എവിടെയാണ് നമ്മൾ ഭയക്കുന്നത്? നമ്മളായിരിക്കുമ്പോൾ നമുക്കിവിടെ എന്ത് നഷ്ടപ്പെടുമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ആൾക്കൂട്ടങ്ങളുടെ ബലം അള്ളാഹുവിനില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ? ഈ ഭൂരിപക്ഷ ജനതയെ തൃപ്തിപ്പെടുത്താതെ ഇവിടെ നിലനിൽക്കൽ പ്രയാസമാണ് എന്ന് അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്നൊരു മനുഷ്യൻ ചിന്തിച്ചിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ നാണമുണ്ടാകണ്ടേ നമുക്ക്? ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അല്ല വിചാരിക്കാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഭൂരിപക്ഷത്തെ പേടിയോ? നമ്മൾ ഭയക്കണോ അവരെ? എന്തിനാ ഈ നാടകങ്ങൾ? ഒരു കാര്യമില്ല, ഈ നാടകത്തിന്റെ ഒരു ആവശ്യമില്ല. ഈ ഇരുമുഖങ്ങളുമായി, ഈ നാടകങ്ങളുമായി കാണുന്നവർക്കൊപ്പം ഒപ്പിച്ച് നിന്നിട്ട്, മുഖം മിനുക്കി നിന്നിട്ട്, എല്ലാവരെയും പ്രിയങ്കരനായി അവനാണ് നല്ല മുസ്ലിങ്ങളുടെ മതേതരൻ, ഏത് കാര്യം എടുത്താലും മുമ്പിൽ ഉണ്ടാകും, ഏത് ആഘോഷവും ഏത് ആചാരങ്ങളും അയാൾ ഏറ്റെടുത്ത് നടത്താൻ മുമ്പിലുണ്ടാകും. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് ജനങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും ഏറ്റെടുത്ത് എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ. കയ്യടി ദുനിയാവിൽ കിട്ടും, പക്ഷേ ഈ കയ്യടിക്ക് പുറകെ വരുന്നത് ശക്തമായ ചാട്ടയടികളായിരിക്കും. ഖബർ മുതൽ നിന്നെ കാത്തിരിക്കുന്നത് ശക്തമായ ശിക്ഷകളിലേക്ക് വലിച്ചെറിയപ്പെടും. എന്തിനീ പരലോകം നമ്മൾ കളയണം? ഈ ദുനിയാവിന്റെ താൽക്കാലികമായ ജനസമ്മതിക്ക് വേണ്ടി, താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടി? അതല്ല, നമ്മൾ കൃത്യമായ ഒരു നിലപാട്, ആ നിലപാടിൽ വെള്ളം ചേർക്കാത്ത ഒരു സ്റ്റാൻഡ് നമുക്കുണ്ടാകണം. ഏത് വിഷയത്തിൽ, മതപരമായ വിഷയത്തിൽ ഒന്നാം പരിഗണന മതത്തിന്. പിന്നെ ഏതൊരു വിഷയം ആയിക്കൊള്ളട്ടെ, നമുക്ക് എപ്പോഴും പക്ഷം ചേരൽ കൂടുതലാണ്. എല്ലായിടത്തും പോയിട്ട് ജനങ്ങൾ ഏത് വിഷയത്തിലാണെങ്കിലും അവിടെ പോയിട്ട് അയാളുടെ ഞാൻ ഉണ്ട് കേട്ടോ എന്ന് അയാളെയും സൂചിപ്പിക്കുക. ഇവിടെ വന്നിട്ട് ഇയാളെയും കയറിയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുക. അവരെ മുമ്പിൽ പോയിട്ട് അവരെ പൊക്കി പറഞ്ഞിട്ട് നമ്മളെന്ന് രണ്ട് കൂട്ടർക്കിടയിൽ നിൽക്കുന്ന രീതിയുണ്ട്. മിക്കവാറും ഒക്കെ മനുഷ്യർ കൂട്ടുകൂടമായി ജീവിക്കുന്ന സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് വിവാഹ കേസുകളാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാവുക. വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ചില ഭാര്യയും ഭർത്താവ് അടിച്ചു പിഴിയും. അങ്ങനെ അടിച്ചു പിരിയുന്ന കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഭാഗവാക്കേണ്ടി വരും, മധ്യസ്ഥതയ്ക്ക് പോകേണ്ടി വരും. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഒരു രീതി എന്താണെന്ന് അറിയുമോ? നമ്മുടെ ആൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആളിനൊപ്പിച്ച് നിൽക്കുക.
അവിടെ നീതിയില്ല, ന്യായമില്ല, ധർമ്മമില്ല, സത്യവുമില്ല, ഒന്നുമില്ല. നമ്മുടെ ആളിനെ സേഫാക്കുക, നമ്മുടെ ആളിനൊപ്പം നിന്നിട്ട് സംസാരിക്കുക. ഇവിടെ വന്നിട്ട് ഈ ഒരു നിലപാടില്ലായ്മയുടെ ഏറ്റവും വലിയൊരു തെളിവാണിത്. അവിടെ പോയി നമ്മൾ ഈ ആളിനൊപ്പം ഒപ്പിച്ച് നിന്ന് കൊടുക്കുക. ഈ പയ്യൻ്റെ കുടുംബക്കാരാണെങ്കിൽ എല്ലാ തെറ്റുകളും തിന്മകളും അല്ലേ പെണ്ണിൻ്റെ വീട്ടുകാർക്കും പെണ്ണിനുമായി അവർ എന്ത് ചെയ്യും പറഞ്ഞു വെക്കും. തിരിച്ചാണെങ്കിൽ തിരിച്ച് പയ്യൻ്റെ വീട്ടുകാർക്കാണെന്ന്. ഈ നിലയിൽ സൈഡ് പറഞ്ഞ് ന്യായം പറയാൻ നിൽക്കുന്നല്ലാതെ നീതിയുടെ പക്ഷം സംസാരിക്കാറുണ്ട്. ഈ വിഷയത്തിൽ ഈ ബാധിക്കപ്പെട്ടയാൾ ഈ പ്രശ്നത്തിൽ ഇനി എവിടത്താണ് ന്യായം, ഇതാണ് ധർമ്മം എന്ന് പറയാൻ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ആളിൻ്റെ ഒപ്പം നിൽക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതൊരു വിഷയത്തിലും നമ്മളുടെ ആളിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരു സ്ത്രീയുടെ കേസ് വന്നു. ഒരു സ്ത്രീ മോഷണം നടത്തിയ ഒരു സ്ത്രീയുടെ വിഷയം അല്ലാഹുവിൻ്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അത് കൈയോടെ പിടിക്കപ്പെട്ടു, വിത്ത് എവിഡൻസ് പിടിക്കപ്പെട്ടു. സാക്ഷികൾ വ്യക്തമായി ഉണ്ടായിരുന്നു. സാക്ഷികളുടെ മൊഴികൾ നോക്കി തെളിവുകൾ എടുത്തു. തൊണ്ടി മുതലുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ന്യായാധിപന്റെ മുമ്പിൽ വന്ന ഒരു കേസ് കൃത്യമായി വിചാരണ ചെയ്യപ്പെട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ശിക്ഷയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഒരാൾ മോഷണം നടത്തി നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് ഒരാൾ പറയാം അരുത്, ഇത് തിന്മയാണ്, അത് തിരിച്ചു കൊണ്ട് വെപ്പിച്ചിട്ട് ആ തിന്മയിൽ നാം മനുഷ്യനെ ഉപദേശിച്ച് മാറ്റിയെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എല്ലാ കുറ്റവാളികളെയും കോടതിയുടെ മുമ്പിൽ നിർത്തണമെന്നുള്ള നിർബന്ധവുമില്ല, അതങ്ങ് നിർബന്ധമില്ല. പക്ഷെ ഒരു കോടതിയുടെ മുമ്പിലെത്തി ന്യായാധിപന്റെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ശിക്ഷയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അതാണ് റസൂൽ പറയുന്നത്. ഈ കട്ടവന്റെ കൈ വെട്ടി ആദ്യത്തെ സംഭവം നടക്കുമ്പോൾ റസൂലിന്റെ മുഖത്തുണ്ടായ ഒരു അവസ്ഥയുണ്ട്. ആ മുഖം മാറുന്ന കണ്ടിട്ട് റസൂലിനോട് സഹാബത്ത് നബി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ, അതങ്ങ് അതിർത്തിയുള്ളതുപോലെ തോന്നുന്നല്ലോ എന്ന്. ഒരു വിശ്വാസിയുടെ കൈ മുറിച്ചെടുക്കുമ്പോൾ ആഹ്ലാദിക്കാൻ കഴിയുമോ? ഏത് കുറ്റത്തിന്റെ പേരിലാണെങ്കിലും ഒരു കുറ്റവാളിയെ പിടികൂടി കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ന്യായാധിപൻ എന്ന നിലയിൽ ശിക്ഷ വിധിക്കാനല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരുത്താനും ഉപദേശിക്കാനും ഈ പ്രശ്നം എന്ത് ചെയ്യുക സോൾവ് ചെയ്യാനും ഒക്കെ ഒരുപാട് മാർഗ്ഗം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, വിധിക്കപ്പെട്ട് കഴിഞ്ഞു, ശിക്ഷ കൊടുക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ഒരു വിഷയമാണ് കൃത്യമായ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ. അവരാണെങ്കിൽ പ്രവാചകന്റെയൊക്കെ ഡിയറസ്റ്റ് കുടുംബത്തിൽ ചേർന്ന് നിൽക്കുന്ന ഉന്നത കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അവരുടെ കൈ മുറിക്കപ്പെടുക എന്നുള്ളത് പറഞ്ഞാൽ ആ കുടുംബത്തിന് തന്നെ എന്തെയും വലിയ അപമാനമാണ്. ഒരു ഗോത്രത്തിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. വലിയ ചർച്ചകൾ നടന്നു, അണ്ടർഗ്രൗണ്ടിൽ വലിയ ചർച്ചകൾ നടന്നു. ഈ വിഷയം പരിഹരിക്കണം, ഇത് പറ്റൂല, ഈ കൈ മുറിക്കാൻ പറ്റൂല. കട്ടവന്റെ കൈ വെട്ടണം പൊതു നിയമമൊക്കെ കൊള്ളാം, പക്ഷേ ഈ കൈ മുറിക്കാൻ പാടില്ല എന്നതിൽ ചർച്ച നടന്നു. ചർച്ചയ്ക്ക് അവസാനം ഇതിപ്പോൾ എങ്ങനെ റസൂലിന്റെ മുമ്പിൽ ഈ ചർച്ച എത്തിക്കും, ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയെ അവരെന്ത് സ്വാധീനിച്ചു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു ഒരു പരുവത്തിന് അദ്ദേഹം അംഗീകരിപ്പിച്ചു. അദ്ദേഹം നബിയുടെ മുമ്പിലേക്ക് വന്നിട്ട് റസൂലിന്റെ മുമ്പിൽ വളരെ നയത്തിൽ വളരെ യുക്തിഭദ്രമായി ഈ വിഷയത്തെ അവതരിപ്പിച്ച റസൂലെ, ഇതൊന്ന് ഒഴിവാക്കണം, നമ്മളെ ആളാണ്, അതുകൊണ്ട് ആ കൈ വെട്ടല്ലേ എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞ മറുപടി ഉണ്ട്, നമ്മളെ ആളല്ല, എൻ്റെ മോളാണെങ്കിലും കൈ വെട്ടുന്ന, നമ്മളെ ആളല്ല, എൻ്റെ മകളാണെങ്കിലും, അതെൻ്റെ മകളേത്, എൻ്റെ ബിലാത്തും മിൻ കൽബി എന്ന് പറഞ്ഞ എൻ്റെ കള്ളന്റെ കഷ്ണമായ ഫാത്തിമയാണെങ്കിൽ പോലും ആ കൈ വെട്ടിയിരിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നിലപാട്. നമ്മളെ ആളാണൊപ്പം നിൽക്കാന്ന്. അങ്ങനെയല്ല റസൂൽ നിന്നത്, അങ്ങനെയല്ല അള്ളാഹു നിൽക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ളത്. റബ്ബ് അങ്ങനെ നിൽക്കാറില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂമൂ ലില്ലാഹി ബിൽ ഖിസ്ത്, അല്ലാഹുവിന് വേണ്ടി ശുഹദാ ലില്ലാഹി ബിൽ ഖിസ്ത് എന്ന്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷിയായി നിൽക്കണമെന്ന്. നീതിയുടെ പക്ഷം നിൽക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ പക്ഷം നിന്നു. ഒരു വിഷയത്തിൽ ഒരു മുസ്ലിം പയ്യന്റെ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങി അവനൊരു ആക്സിഡന്റ് ഉണ്ടാക്കുകയാണ്, അതിനൊരു അക്രമം ഉണ്ടാക്കുകയാണ്. ബാധിക്കപ്പെട്ടത് ദലിതനാണ്. ഇവിടുത്തെ ഒരു സാധാരണക്കാരനായ ദലിതൻ അവൻ ബാധിക്കപ്പെട്ടു. മുസ്ലിം പയ്യൻ, അവൻ ഇവിടുത്തെ ഏറ്റവും നല്ല കുടുംബത്തിലുള്ളതാണ്, അധികാരത്തിൽ പങ്കാളിത്തമുള്ള ഏതെങ്കിലും സ്വാധീനമുള്ള മുസ്ലിം കുടുംബത്തിലുള്ള നല്ലൊരു മനുഷ്യനാണെന്ന് കണക്കാക്കാം. നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. ആ കുടുംബത്തിലുള്ള സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒക്കെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും അംഗീകാരമുള്ള വ്യക്തിയെ അയാളുടെ മകനാണെന്ന് കണക്കാക്കുക. ആ പയ്യന്റെ അക്രമം കാരണം ബാധിക്കപ്പെടുന്നത് ദലിതനാണ്. ഇവിടെ കേസാവി. ഈ കേസാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മുസ്ലിം സമുദായം മൊത്തത്തിൽ ഏറ്റെടുത്ത് ആ വിഷയത്തെ പരിഹരിക്കുക. നമ്മുടെ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ടും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ കാണിച്ചുകൊണ്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും ഇവിടുത്തെ ഭരണാധികാരികളെയും സ്വാധീനിച്ച് ഒരു പാവപ്പെട്ട ബാധിക്കപ്പെട്ട ഒരു വാദിയെ അയാളെ ക്രൂശിച്ചുകൊണ്ട് ഈ മുസ്ലിം ചെറുപ്പക്കാരന് നീതി നേടിക്കൊടുത്ത് നമ്മൾ അങ്ങനെ അവനെ രക്ഷിച്ചെടുക്കുക. അതാണ് നമ്മളെ നീതി. അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ തോറ്റുപോകുന്ന ആരെന്നറിയുമോ? ഇവിടെ നിങ്ങൾ ആരെ തോപ്പിക്കുന്ന അറിയുമോ? പടച്ചവനെ. അള്ളാഹു നിന്ന് ആരെ പക്ഷത്തെന്നറിയുമോ? ഈ ദലിതനോടൊപ്പമാണ്. അള്ളാഹു നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് ഖുർആൻ.
നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളുടെ മകന്റെ പക്ഷമാണോ, അതെ നിങ്ങൾ വാപ്പയുടെ പക്ഷമാണോ, അല്ലെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ നിൽക്കേണ്ടത്, അതെ അള്ളാഹുവിന് വേണ്ടിയാണോ നിൽക്കേണ്ടത്? ഖുർആൻ ചോദിക്കുന്നുണ്ട്. എവിടെ നിങ്ങൾ നിൽക്കേണ്ടത്? ശുഹദാ ലില്ലാഹി വലൗല അൻഫുസുക്കും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ. നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നീതിയുടെ പക്ഷം നിൽക്കണേ, കാരണം അവിടെയാണ് അള്ളാഹു നിൽക്കുന്നത് എന്ന്. നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷം നിൽക്കണം. അള്ളാഹുവിന്റെ പക്ഷം നീതിയാണ് എന്ന്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നഷ്ടമുണ്ടാക്കും. ഈ വിഷയത്തിൽ നിങ്ങൾ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചാൽ അത് ബാധിക്കുന്നത് നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയുമാണ് എങ്കിൽ ഉമ്മയെയും ഉപ്പയെയും നിങ്ങൾ ശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പക്ഷം നിൽക്കാൻ ഇല്ല. എൻ്റെ ഉമ്മയും വാപ്പയും വിട്ടുകൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അന്യായമായി തെളിവുകൾ നശിപ്പിച്ചും നമ്മുടെ സ്വാധീനവും പണവും അധികാരവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പാവപ്പെട്ടവന്റെ നീതി നിഷേധിച്ചുകൊണ്ട് ഒരു ദളിതന്റെ, ഒരു ആദിവാസിയുടെ, ഒരു മുശ്രിക്കിന്റെ, ഒരു ക്രൈസ്തവന്റെ, ഒരു ജൂതന്റെ, ആരെ ആയിക്കൊള്ളട്ടെ, മനുഷ്യന് ഏറ്റവും അനിവാര്യമായ സംഗതി എന്ന് പറയുമ്പോൾ പ്രാണവായു പോലെ പ്രധാനമാണ് നീതി എന്നുള്ളത്. ആ നീതി നിഷേധിക്കപ്പെടുക എന്നുള്ളത് ലോകത്തുള്ള ഏറ്റവും വലിയ ദുൽമാണ് എന്ന്. ഏറ്റവും വലിയ അതിക്രമം നീതി നിഷേധിക്കപ്പെടുക. അള്ളാഹു മാപ്പ് കൊടുക്കാത്ത ഈ ഭൂമിയിൽ തന്നെ പരക്കെ അള്ളാഹുവിന്റെ വ്യാപകമായ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുള്ള അക്രമമാണ് അനീതി എന്നുള്ളത്. അതുണ്ടാകാതിരിക്കാനുള്ള കരുതൽ എല്ലായ്പ്പോഴും മുസ്ലിമീങ്ങൾ എടുക്കണമെന്ന് റബ്ബ് പറയാണ്. ഞാൻ നീതിയോടൊപ്പമാണ് എന്ന്. നീതിയോടൊപ്പമാണ്. ആ ഭാഗത്ത് നിൽക്കുന്നത് ജൂതനാണെങ്കിൽ ഞാൻ ജൂതനൊപ്പമാണ്. പാരമ്പര്യം നോക്കില്ല. മറുഭാഗത്ത് നിൽക്കുന്നത് പ്രവാചകനാണെങ്കിൽ പോലും അള്ളാഹു നിൽക്കുന്നത് ദളിതനൊപ്പമായിരിക്കും. കാരണം അവനാണ് നീതിയുടെ അവകാശി എന്ന്. അതാ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ആരെ പക്കം നിൽക്കണം, ഏത് പക്ഷം നിൽക്കണം? നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ധർമ്മസങ്കടം വരും, നമ്മൾ ഏത് പക്ഷം നിൽക്കണമെന്ന്. രണ്ട് പക്ഷമുണ്ടല്ലോ, ഏത് പക്ഷം നിൽക്കണം അവസാനം നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ ആളിന്റെ പക്ഷം നിൽക്കാമെന്ന്. നമ്മുടെ ആളിന്റെ പക്ഷം നിൽക്കേണ്ടവരല്ല നമ്മൾ. നീതിയുടെ പക്ഷം, അള്ളാഹുവിന്റെ പക്ഷം നിൽക്കേണ്ടവരാണ് നമ്മൾ. അത് നാടകം കളിക്കാൻ പാടില്ല. അവിടെയും പോയി ഇവിടെയും പോയി അവരെയും സൂചിപ്പിച്ച് ഇവരെയും സൂചിപ്പിച്ച് നമ്മൾ ആരുടെ മുമ്പിലാണ് കൈയടി നേടാൻ ശ്രമിക്കുന്നത്? അത് ഒരു സ്ഥായിയായ ഒരു അവസ്ഥയില്ല. താൽക്കാലികമായി നമുക്ക് കൈയടി നേടാൻ കഴിയും, താൽക്കാലികമായി ജനഹൃദയങ്ങൾ അംഗീകാരം നേടാൻ കഴിയും. നിലനിൽക്കില്ല. മുഖം മൂടികളൊക്കെ വലിച്ചു കയറപ്പെടുന്ന ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഗൗരവമുള്ള വിഷയമാണ്. ഏതൊരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ടാലും നമ്മൾ പറയേണ്ടത്, നമ്മൾ നിൽക്കേണ്ടത് നീതിയുടെ പക്ഷത്താണ്. അള്ളാഹു നീതിയുടെ പക്ഷത്താണ് നിൽക്കുക. ഒരു പ്രവാചകനും ദളിതനും തമ്മിലുള്ള പ്രശ്നത്തിൽ അനീതി നടപ്പിലാക്കിയത് ഒരു പ്രവാചകനാണെങ്കിൽ ദളിതനൊപ്പം അള്ളാഹു നിൽക്കുമെന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇത്ര മഹത്തരമായ അധ്യാപനം. ഈ നമ്മൾ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പോലും എന്താണ്? നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം വലിയ അപകടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ രാജ്യം ഒരു പ്രകൃതി ദുരന്തങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം എന്നറിയാമോ? വ്യഭിചാരം വർദ്ധിച്ചതോ, കള്ളുകുടി വർദ്ധിച്ചതോ അല്ല, പലിശകൾ വർദ്ധിച്ചതോ അല്ല. അതിനൊക്കെ മീതെ നിൽക്കുന്നത് അനീതി ഈ സമൂഹത്തിൽ വ്യാപിച്ചു എന്നുള്ളതാണ്. നീതി മനുഷ്യൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് നീതി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഈ നമ്മൾക്ക് ജീവിക്കുന്ന ഒരു പരിസ്ഥിതിക്ക് പോലും അത് വലിയ ഭീഷണിയാണ്. അത് മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് അയക്കുമ്പോൾ റസൂല് പറഞ്ഞത്, മുആദേ, കാര്യങ്ങളൊക്കെ ചിട്ടയോടെ നടപ്പിലാക്കണം, വ്യക്തമായി പഠിപ്പിക്കണം ജനങ്ങളെ. അവരിൽ നിന്ന് നമസ്കാരം പഠിപ്പിച്ച്, ആദർശം പഠിപ്പിച്ച്, അവർ സക്കാത്ത് പ്രോത്സാഹിപ്പിച്ചിട്ട് സക്കാത്തിന്റെ ഫണ്ടുകളൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴൊക്കെ കൃത്യമായ നീതി നീ പുലർത്തണേ. അനീതി വരാൻ പാടില്ല. ഒരു മേഖലയിലും മനുഷ്യരോട് അനീതി കാണിക്കില്ല എന്ന്. അള്ളാഹുവിന്റെയും മർദ്ദിതന്റെയും അനീതിക്കിരയായവന്റെയും ഇടയിൽ മറയില്ല എന്നുള്ളത് മറന്നുപോകല്ലേ എന്ന്. മറന്നുപോകാൻ പാടില്ല എന്ന്. അവന്റെ കണ്ണീര്, അനീതിക്കിരയായവന്റെ കണ്ണീര് ഒരുപാട് കാലം ഈ മണ്ണിൽ തിളച്ചുമറിയില്ല. അത് പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന സംഗതിയാ. അനീതിക്കിരയാകുന്ന മനുഷ്യർ കണ്ടമാനം ഇവിടെ. നീ ഭൂരിപക്ഷത്തിന്റെ പേരില് ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ സിസ്റ്റങ്ങളൊക്കെ നിശബ്ദത പാലിച്ചിട്ട് ഈ രാജ്യത്ത് വ്യാപകമായി നടക്കുന്ന മനുഷ്യ കൂട്ടക്കൊരുതികൾ, ആൾക്കൂട്ട കൊലകൾ, കൂട്ടബലാത്സംഗങ്ങൾ, അതിനങ്ങ് എവിഡൻസ് ഇല്ല പോലും. ഉന്നോവ കേസ് അടക്കമുള്ള ഓരോ വിഷയത്തിലും ഇവിടെ ബാധിക്കപ്പെടുന്ന മർദ്ദിത വിഭാഗത്തിന് നീതി നിഷേധിക്കപ്പെട്ടിട്ട് കണ്ണീരും കയ്യുമായി വീടകങ്ങൾ കഴിയുന്ന മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മതം ഒരു കാരണമല്ല, മതവും വിശ്വാസവുമല്ല. അവിടെ മനുഷ്യൻ നഷ്ടപ്പെട്ട നീതിയാണ്. ആ നീതി നടപ്പിലാക്കാൻ പടച്ചവൻ തീരുമാനിക്കുന്ന നിമിഷം ഈ ഭൂമിയിലുള്ള ഈ അനീതി കണ്ടിട്ട് നിശബ്ദരായ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വലിയ വിപത്തായി ഇത് കടന്നു വരും. അത് വലിയ വിപത്തായിട്ട് കടന്നു വരും. ഇത് മർദ്ദിത സമൂഹത്തിന്റെ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ ശിക്ഷ അടങ്ങാനുള്ള സാധ്യത. വലുൽ ബഹായിമു ലം യുംദറു എന്ന് പറഞ്ഞതുപോലെ നാൽക്കാലികളെങ്കിൽ മഴ പോലും വർഷിക്കാൻ യോഗ്യമല്ലാത്ത വിധം അനീതി ഈ ഭൂമിയിൽ പരക്കി വ്യാപിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും ഒരു അനീതി കാണിക്കാൻ പാടില്ലല്ലോ. ഒരു ചെറിയ അനീതി പോലും. എന്ന് അനീതി ഉണ്ടല്ലോ, അക്രമങ്ങളുണ്ടല്ലോ, അത് പരലോകത്ത് ഏറ്റവും വലിയ ഇരുട്ടാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ അനീതി പോലും കാണിക്കാൻ പാടില്ല.
പാടില്ല. നമ്മൾ കൃത്യമായിട്ട് ചെറിയ വിഷയങ്ങളിൽ പോലും നമ്മൾ അനീതി കാണിച്ചാൽ അത് ഇവർ പക്ഷം ചേർന്നുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സൈഡ് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ തിന്മയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടൊരു നിലപാടുണ്ടാകണം. ഏത് വിഷയത്തിലും വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാകണം. ഡബിൾ ഗെയിം കളിക്കുന്ന പരിപാടിയും വേണ്ട, ഇരട്ട മുഖങ്ങളുമായി നടക്കാതെ ഒരേ ഒരു നിലപാടുമായി അള്ളാഹുവിൽ വിശ്വസിച്ച് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം ഓരോ നിലപാടുകളും ഓരോ സ്റ്റാൻഡുകളും എടുക്കേണ്ടത് നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ച ഒരു വിഷയമാണ് നിലപാടുകളിൽ വ്യക്തത വരുത്തണം. രണ്ട് മുഖമുള്ളവരായി നമ്മൾ ജീവിക്കാൻ പാടില്ല. അത് കപടവിശ്വാസികളുടെ സ്വഭാവമാണ് എന്നത് അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട വിഷയമാണ്. ഒരു കാപട്യം, ഈ ലോകം നാടകമേ ഉലകം എന്ന് പറയും പോലെ എല്ലായിടത്തും കാണുന്ന നാടകങ്ങളാണ്. നമ്മൾ നമ്മുടെ സ്നേഹം, ഉപചാരങ്ങൾ, നമ്മൾ ആശ്ലേഷണങ്ങൾ, ഹസ്തദാനങ്ങൾ എല്ലാം നാടകീയമായി പോയിരിക്കുകയാണ്. ചില വിഷയങ്ങൾ തഹാബാഫില്ല തഫറക്കില്ല എന്നൊക്കെ പറഞ്ഞ് റസൂൽ പറയുന്നത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി പിണങ്ങുക, ഈ എല്ലാം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് എല്ലാം അള്ളാഹുവിന്, നമ്മുടെ ഇടയിൽ സൗഹൃദങ്ങൾക്ക് പോലും പരസ്പര സ്നേഹം പോലും അള്ളാഹുവിന് വേണ്ടിയാകണം എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടെയാണ്. നമ്മൾ ചില ആൾക്കാർക്ക് രണ്ടാൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ആ സ്നേഹപ്രകടനങ്ങൾ കണ്ടാൽ ഇവർ ഇത്രയും വലിയ ചങ്ങാതിമാരായിട്ട് ഇത്രയും കാലം എവിടെ പോലും പരസ്പരം കാണാത്ത തോന്നി പോകും. ഇപ്പോഴും നിന്നെക്കുറിച്ച് സംസാരം എന്നൊക്കെ പറയുക. പക്ഷേ സത്യത്തിൽ അതൊക്കെ വലിയ നാടകമാണ്. കാരണം എനിക്ക് നീ ഏറ്റവും വേണ്ടപ്പെട്ടയാണ്, നിന്നെ കാണാൻ കണ്ണ് ഒതിച്ച് അടക്കായിരുന്നു, എന്ത് കണ്ണിൽ എന്തായിരുന്നു അല്ലെങ്കിൽ പോകാൻ എന്തായിരുന്നു തടസ്സം? ഒരു തടസ്സമില്ലായിരുന്നു. പിന്നെ കാണുമ്പോഴുള്ള ഈ നാടകങ്ങളുണ്ടല്ലോ, ഈ നാടകങ്ങൾക്കല്ല സൗഹൃദങ്ങളെന്ന് പറയുക. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു മനുഷ്യർ പരസ്പര സ്നേഹമുണ്ട്, അത് റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. കാണുമ്പോഴുള്ള നാടകവുമില്ല. അത് അള്ളാഹുവിന് തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ്. ആ സ്നേഹം ആത്മാർത്ഥമാണ്, അതിൽ നാടകമില്ല, നമ്മൾ നാടകത്തിൽ നടന്മാരുമില്ല. അപ്പോൾ ആ നിലയിലുള്ള ഒരു ബന്ധങ്ങൾ എന്നും ഏത് പ്രവൃത്തിയും ബന്ധങ്ങളും എന്ത് കാര്യവുമാകട്ടെ അതൊക്കെ നാടകീയതയിൽ നിന്ന് മാറ്റിയിട്ട് യാഥാർത്ഥികമായി നിൽക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുക, ഈ നാടകം ഒഴിവാക്കുക. ഏത് വിഷയത്തിലും നമ്മൾ കളിക്കുന്ന ഈ ഒരു പ്രഹസനങ്ങളെ ഒഴിവാക്കുക. എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുക. ബന്ധങ്ങളിലാകട്ടെ ഏതൊരു പ്രവൃത്തിയിലുമാകട്ടെ. നമസ്കാരം പോലും നാടകീയമായി മാറിയില്ലേ? നമ്മൾ ആരെ മുമ്പിൽ? അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഈ നമസ്കാരം പോലും ഒരു നാടകമാക്കി നമ്മൾ മാറ്റിയില്ലേ? അത്രത്തോളം നമ്മൾ മാറിയില്ലേ? ഈ നാടകങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമെന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ടോ? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പരിഹസിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമസ്കാരം എന്ന് മാറില്ലേ? ഇപ്പോൾ വൈലുൽ മുസല്ലി, നമസ്കരിക്കുന്നവർക്ക് നാശം കൊടുക്കാമെന്ന് റബ്ബ് പറയണം. അവർക്ക് നാശമുണ്ടെന്ന്. എന്നാൽ റബ്ബിനെ പരിഹസിക്കുന്ന ഒരു കോപ്രായമാക്കിയിട്ട് നമ്മൾ നമസ്കാരത്തെയും മാറ്റിയില്ലേ? ആരെ കാണിക്കാനാണ്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയും അള്ളാഹുവിനെ കളിയാക്കാനും വേണ്ടിയിട്ടും ഈ നിസ്കാരം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? അങ്ങനെ ഓരോന്നും ഈ നാടകങ്ങളല്ല ജീവിതം. യാഥാർത്ഥ്യങ്ങളിലേക്ക് വരിക. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ബന്ധങ്ങൾക്ക് വിലയുണ്ടാകും. ഉമ്മ വാപ്പ എന്നൊക്കെ പറയുമ്പോൾ ഉമ്മയും വാപ്പയോടും ചില ആൾക്കാർ ബഹുമാനം കാണുന്നത്, അവരോടുള്ള മര്യാദയോടെ സംസാരിക്കുന്നത്. അവർ പറയും ഉമ്മ എന്നൊക്കെ പറയണമെങ്കിൽ വേറൊരാളോട് ഉണ്ടാവണം. നമ്മുടെ വീട്ടിലില്ലാത്ത ഒരാൾ, നമ്മുടെ വീട്ടിലെ സ്ഥിര അംഗമല്ലാത്ത മറ്റൊരാളെ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മയെ കാണുമ്പോൾ ഇവനൊരു ബഹുമാനം, വാപ്പ പറയുമ്പോഴത്തേക്കും മിണ്ടാതിരിക്കുന്നു. അതൊക്കെ വലിയ വേറൊരാളെ കാണിക്കാനാണ്. ഇനി വീട്ടിൽ അവരാരുമില്ല, ഞാനും ഉമ്മായും ബാപ്പായും മാത്രമേ ഉള്ളെങ്കിൽ ഒന്ന് നാവടക്കോ എന്നാണ് നമ്മുടെ മറുപടി. നാവടക്കണം. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ വരുമാനവും നമ്മുടെ ഈ നട്ടലിൻ്റെ ബലത്തിൻ്റെയും പച്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പോറ്റി വളർത്തിയാത്ത മാതാപിതാക്കളെ വാടപ്പിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന്? പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് കാര്യമില്ലാത്തതുപോലെ വീട്ടിൻ്റെ അകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഉമ്മായി വാപ്പായി ഇടയ്ക്ക് എറിക്കുന്നു എന്നതാണ് നമ്മുടെ രീതി. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഉമ്മ പറയും, വാപ്പ പറയുന്നത് വലിയ ബഹുമാനമാണ്. ആരെ കാണിക്കാൻ? ഈ നാടകം അള്ളാഹുവിൻ്റെ മുമ്പിൽ പോകില്ല. അതുകൊണ്ട് ഏത് വിഷയത്തിലും ഈ നാടകീയത ഒഴിവാക്കിയിട്ട് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.